നാല് സൈഡിലുള്ള വോളാ ഇത്? നാല് സൈഡിലും ഉണ്ട്. അപ്പൊ അതൊരു സീറോ പാർട്ട്ണർ ഡിസ്റ്റർബൻസ് എന്നാണ് പറയുന്നത്. ഒരാളവിടെ എഴുന്നേറ്റ് പോയി, അല്ലെ കിടന്നു, അല്ലെ പിള്ളേരൊന്ന് തുള്ളി, ഇതൊന്നും നമ്മുടെ ഉറക്കങ്ങളെ ബാധിക്കരുത്. നമുക്ക് നടുവേദന ഉണ്ടാവില്ല. അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അജീഷ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഫ്രാഞ്ചൈസി കൊടുക്കുവാർക്കെങ്കിലും ഇതിപ്പോൾ നമ്മളിപ്പം ക്യൂൻസ്ലാൻഡിലൊക്കെ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മളിത് വാക്യൂം പാക്കഡ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അതാണ് ഫ്രഷ് പീസാണ്, പേ ചെയ്യണമെന്ന് പോലും ഇല്ല. ഫ്രീ ഡെലിവറി മെൽബൺ $790, 5 വർഷത്തെ ഡിസൈൻ ആണ് കേട്ടോ. ബെൽജിയത്തിന്റെ ക്ലോത്ത് ആണ് അത്. ഒരു ഈ പറഞ്ഞ വിസ്കോസ് ബാംബു മിക്സ് ആയിട്ട് വരുന്നതാണ്. നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു സാധനമാണ് നല്ല കിടക്ക. ആ നല്ല കിടക്ക എങ്ങനെ മേടിക്കണം, അത് നമുക്ക് എവിടെ കിട്ടും എന്നതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും അന്വേഷിച്ച് നടക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ നാട്ടിൽ നിന്ന് വന്നു കഴിയുമ്പോൾ, ഓസ്ട്രേലിയക്കായാലും കൊള്ളാം, ഏത് വിദേശ രാജ്യങ്ങളായും വന്നു കഴിഞ്ഞാൽ കൊള്ളാം, കിടക്കയ്ക്ക് ഭയങ്കര വിലയാണ്, നമ്മളൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും സെക്കൻഡ് ഹാൻഡ് കിടക്കകളാണ് മേടിക്കുന്നത്. അങ്ങനെ നമ്മൾ മനസ്സോടും മനസ്സില്ലാതെ നമ്മൾ പലപ്പോഴും പോയി മേടിക്കും. പക്ഷേ നമ്മുടെ അജേഷാണ് നമ്മുടെ കൂടെയുള്ളത്. അജേഷ്, നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? എത്ര നാളായി ബിസിനസ് തുടങ്ങിയിട്ട്? നമ്മൾ ഒരു 3 വർഷമായിട്ട് നമ്മൾ ഹോങ്കോങ്ങിൽ നിന്നും ചൈനയിലും കേരളത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ തുടങ്ങിയിട്ട് ഏതാണ്ട് 1 വർഷം ആകുന്നതേ ഉള്ളൂ. ആണല്ലേ? നമ്മൾ മെൽബൺ ബേസ്ഡ് ആണ്. നമ്മൾ മെൽബൺ ഓൾ ഓവർ മെൽബൺ ഫ്രീ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട്. അതല്ലാതെ സിഡ്നിക്കും അഡലേഡിനും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതൊരു ചെറിയ ഡെലിവറി ചാർജോടുകൂടി ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ CBDകൾ മെൽബൺ മൊത്തം ഫ്രീ ആണ് ഹോം ഡെലിവറി. അപ്പോൾ ഈ അജീഷിന് ഈ ബെഡ് മേടിക്കുന്നതിന് മുമ്പ്, ബെഡ് മേടിക്കുമ്പോൾ എന്താണ് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ബെഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ബെഡിന്റെ മാർക്കറ്റിങ്ങിൽ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം തന്നെയാണ്. അതായത് നമ്മൾ ഏതാണ്ട് 7 to 8 hours നമ്മൾ കിടക്കുന്ന ഒരു സ്ഥലമാണ് ബെഡ്. അപ്പോൾ നമ്മുടെ ലൈഫിന്റെ 1/3 നമ്മൾ ചെലവഴിക്കുന്നത് ബെഡിലാണ്. അപ്പം അത്യാവശ്യം നമ്മളൊരു ജിമ്മിൽ പോകുന്നത് 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറായിരിക്കും. പക്ഷെ ബെഡിന് നമ്മുടെ ശരീരത്തിന് ഒത്തിരി ദോഷവശങ്ങൾ തരാനും പറ്റും, കുറേ പോരായികളെ എടുത്തു കളയാനും പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത്യാവശ്യം അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് ലെവല്, നമ്മളുടെ നടുവേദന, തോളുവേദന മുതലായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അതെങ്ങനെ നമുക്ക് അതിലൂടെ ഒന്ന് കുറച്ചെടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പം മെയിൻലി ബെഡുകൾ 3 തരമാണുള്ളത്. ജസ്റ്റ് ഫോം മാത്രമുള്ള മെമ്മറി ജെൽ ഫോമുകൾ, അല്ലെങ്കിൽ പോക്കറ്റ് സ്പ്രിങ്ങിന്റെ സോൺ ചെയ്ത് വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ സാധനം കിട്ടുന്നത് ഈ ഫോം ഉപയോഗിച്ച് തന്നെയുള്ള കൊയറും ഫോമും കൂടെ ഉള്ള ഒരു മിക്സാണ് സാധാരണ അതിനകത്ത് വരുന്നത്. ഇവിടെ നമുക്ക് കൊയറിന്റെ ഉപയോഗം ശകലം കുറവാണ്. ഇവിടെ പോക്കറ്റ് സ്പ്രിങ്, അതിന്റെ പിന്നെ തേർഡായിട്ട് വരുന്നത് ലാറ്റക്സ് ആണ്. ലാറ്റക്സ് ഇപ്പോൾ ഒരു പുതിയൊരു ട്രെൻഡാണ്, നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ റബ്ബർ പാലിൽ നിന്നുള്ള സാധനമാണ് അത്. അപ്പൊ അത് റിയലി എക്സ്പെൻസീവ് ആണ്, ജസ്റ്റ് ഒരു ലാറ്റക്സ് മാട്രസ് മാത്രം എടുക്കുമ്പോൾ. അപ്പൊ നമ്മുടെ ഈ മാട്രസ് നമ്മൾ ചെയ്യുന്നത് ലാറ്റക്സ് ലെയറും കൂടെ ഇട്ടുകൊണ്ടാണ് ചെയ്തെടുത്തേക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ പലപ്പോഴും കണ്ടിരിക്കുന്ന ഈ കയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോമും പിന്നെ കയർ വീട്ടിൽ സ്പ്രിങ്ങുകൾ നമ്മൾ കാണാറില്ല. വളരെ കുറച്ച് ഇപ്പോഴങ്ങനെ ഉണ്ടെങ്കിലും ഉള്ളൂ, പണ്ടില്ല. പണ്ട് പായ കിടന്ന ആൾക്കാരല്ല നമ്മളൊക്കെ. അതിനുശേഷമാണ് ബെഡൊക്കെ വന്നത്. ബെഡൊക്കെ നമ്മുടെ പ്രായത്തിലൊക്കെ വന്നത് അല്ലേ? അതിന് മുമ്പൊക്കെ ബെഡുണ്ടോ? അതിന് മുമ്പ് ഉള്ളത് ഈ പഞ്ഞി ബെഡ് കാര്യങ്ങളൊക്കെ ആണല്ലോ. പക്ഷെ അതൊക്കെ ഒരു സൈഡിലേക്ക് പോകും കുറച്ചാൾ കഴിയുമ്പോൾ. പക്ഷെ നമ്മൾ ഒരുപാട് നേരം ജോലി ചെയ്യുന്ന ആൾക്കാർ, പിന്നെ ഒരുപാട് സ്ട്രെസ്സുകളിലൂടെ ഒക്കെ പോകുന്ന ആൾക്കാർക്ക് ബെഡ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഏറ്റവും വില കുറഞ്ഞ സാധനം നമ്മൾ മേടിക്കുന്ന ബെഡ്. അങ്ങനെ ആയിരുന്നെന്ന് തോന്നുന്നു. ഇപ്പം മാറ്റം വരുന്നുണ്ട്. ഇപ്പം നമ്മൾ കൂടുതലും സപ്ലൈ ചെയ്യുന്നത് മലയാളി കമ്മ്യൂണിറ്റി, ഇന്ത്യൻ തമിഴ് കമ്മ്യൂണിറ്റികൾക്കുമാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. പിന്നെ കുറച്ച് ഐലൻഡേഴ്സിനെ നമുക്ക് ഉണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ആൾക്കാർ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സ്ട്രക്ചറും ഫേംനെസ്, സോഫ്റ്റ്നെസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. വരുന്നവർ അത്യാവശ്യം ഒരു സ്റ്റഡിയൊക്കെ നടത്തിയിട്ടാണ് വരുന്നത്. അപ്പൊ അവർക്ക് ഒരു പിക്ചർ ഉണ്ട് ഇതിനെക്കുറിച്ച്. പണ്ടത്തെ കളിച്ചിട്ട് ആൾക്കാരെ പൈസ ഉണ്ടല്ലോ, പണ്ട് കാലങ്ങളിൽ പൈസയും കുറവാണ്. ആൾക്കാരെ നമ്മൾ ആരും കുറ്റം പറയുന്നല്ലോ, അന്നത്തെ സാഹചര്യം അതാണ്. അന്ന് ഇത്ര വില കൊടുത്ത് നമുക്ക് മേടിക്കാൻ പറ്റില്ല. കാരണം ബെഡ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, റിയലി എക്സ്പെൻസീവ് ആണ് കമ്പയർഡ് ടു ഒരു ഫർണിച്ചറിനെ സംബന്ധിച്ച് നോക്കിയാൽ. ഇപ്പോൾ ഒരു 1500-2500 റേഞ്ചിലൊക്കെയാണ് ഒരുമാതിരി നല്ല ബെഡിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഒരു 2ാം ഘട്ടത്തിലേക്ക് വന്ന ഒരു $1000 എങ്കിലും വരുന്നുണ്ട്. അപ്പം നടുവേദന വരാതിരിക്കാൻ വേണ്ടി ബെഡ് നമ്മൾ മെയിൻലി നോക്കേണ്ടത് അതിന്റെ ഫേംനെസ് നമ്മളെ വളരെയധികം ബാധിക്കുന്ന ഒരു ഘടകമാണ്.
ഇഷ്ടമാണ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഒരു രീതി വെച്ച് ചിലർക്ക് കട്ടി കൂടുതലായിരിക്കും ഇഷ്ടം കൊള്ളാവുന്നത്, ചിലര് കട്ടി കുറഞ്ഞ രീതിയായിരിക്കും. അത് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ബെഡുകളെ സോൺ ചെയ്താൽ ഇത് ചെയ്തേക്കുന്നത്. ഈ രണ്ട് ബെഡുകളും നമ്മൾ സോൺ ചെയ്യും. സോണിങ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് പോക്കറ്റ് സ്പ്രിംഗ് ആണ്. അത് പല തിക്നെസ്സിലുള്ള പോക്കറ്റ് സ്പ്രിങ്ങുകളാണ് ഇടുന്നത്. അപ്പൊ ഈ ഒരു ബെഡിനെ സംബന്ധിച്ച് പറഞ്ഞാൽ 830 സ്പ്രിംഗ് ഇൻഡിവിജ്വൽ സ്പ്രിംഗ് ഉണ്ട്. 830 സ്പ്രിങ്ങുകളുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ ഒരു കിങ് വരുമ്പോൾ ശകലം കൂടും, ക്യൂൻ വരുമ്പോൾ കുറയും, അതിനനുസരിച്ച് വരുന്നത്. അപ്പൊ ആ സ്പ്രിങ്ങുകളെ നമ്മൾ 5 സോണിലാണ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ നമ്മുടെ ഷോൾഡർ വരെ ഒരു കട്ടിയുള്ളത്, അപ്പൊ കഴുത്ത് വരെ ഒരു അത് കഴിഞ്ഞ് നടുവരെ ഹിപ്പിന്റെ ഭാഗത്ത് വേറൊരു കട്ടി, ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അത് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പല ബാലൻസ് ആണ്. നമ്മുടെ ബോഡിനെ കറക്റ്റ് ആയിട്ട് മാട്രസിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് ഈ ബെഡ് അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഈ രണ്ട് ബെഡുകളും അത് സ്പ്രിംഗ് അല്ല, സ്പ്രിംഗ് അങ്ങനെ ചെയ്തേക്കുന്നത്. അതിനെ വേറൊരു രീതിയിലാണ് സോണിങ്. അതിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് പറയാം. കൂടാതെ നമ്മുടെ ഒരു മെയിൻ പ്രത്യേകത, നമ്മളെന്നല്ല, നിങ്ങളൊരു ബെഡ് എടുക്കുമ്പം ഫാമിലി ആണല്ലോ, ഭാര്യ ഭർത്താവ് ചിലപ്പോൾ പിള്ളേരും കാണും. അപ്പോൾ ഒരാള് എഴുന്നേൽക്കുമ്പോൾ മറ്റേ ആളും കൂടെ കുലുങ്ങുക, അങ്ങനെയുള്ള ഭാഗങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ. അപ്പൊ ആ ഭാഗം ഒഴിവാക്കണം. നമ്മുടെ നല്ല ആരുടെ ബെഡാണെങ്കിലും അതിനെ നമ്മൾ 0 പാർട്ട്ണർ ഡിസ്റ്റർബൻസ് എന്നാണ് പറയുന്നത്. ഒരാളവിടെ എഴുന്നേറ്റ് പോയി, അല്ലെ കിടന്നു, അല്ലെ പിള്ളേരൊന്ന് തുള്ളി, ഇതൊന്നും നമ്മുടെ ഉറക്കങ്ങളെ ബാധിക്കരുത്. കാരണം നമ്മളെല്ലാവരും ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നവരായിരിക്കാം, ലേറ്റ് ആയിട്ട് വന്ന് കിടക്കുന്നവരായിരിക്കും. അപ്പൊ അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം. പിന്നെ ഒത്തിരി കെമിക്കൽ സാധനങ്ങളല്ലാത്ത ക്ലോത്ത്, നാച്ചുറൽ പറ്റുന്ന എത്ര, ഇപ്പൊ ലാറ്റക്സ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ മെറ്റീരിയൽ ആണ്, കോട്ടൺ നാച്ചുറൽ ആണ്, അല്ലെ ബാംബു, നമ്മുടെ ഇതിന്റെയൊക്കെ ക്ലോത്ത് വരുന്നത് ബാംബു, വിസ്കോസ് എന്നാണ് പറയുന്നത്, ബാംബുവിൽ നിന്നുണ്ടാക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. അതെ അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുറച്ച് നല്ലതാണ്. പിന്നെ ചൂടെന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കേരളത്തിനെ സംബന്ധിച്ച് ചൂടിന് ശകലം കൂടുതലാണ്, ഇവിടെ അത്ര ഇല്ല. എന്നാൽ ഈ നാച്ചുറൽ മെറ്റീരിയൽസ്, എസ്പെഷ്യലി ലാറ്റക്സിന് ചൂടും തണുപ്പും അത്യാവശ്യം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഒരു പരിധി കൂടുതൽ അത് ചൂടാകുമോ, ഒരു പരിധി കൂടുതൽ തണുക്കുമോ ഇല്ല, കംഫർട്ടബിൾ ആണ്. ചില സമയത്തും വിറ്റ് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ വേർത്ത് ഇറങ്ങി വരുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം നമ്മുടെ ആ കാണിച്ചേക്കുന്ന ഒരു മെമ്മറി ജെൽ ഫോമുകൾക്ക് തണുപ്പ് കുറച്ച് കൂടുതൽ തരാനുള്ള കഴിവുണ്ട്. അപ്പം ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് കേട്ടോ, എനിക്കറിയത്തില്ലായിരുന്നു നമ്മൾ ഒരു കട്ടിലേക്ക് കിടക്കുമ്പോൾ രണ്ടുപേര് കിടക്കാൻ 3 പേര് കിടക്കുമ്പം ഒരാൾ ഏറ്റു പോകുമ്പോൾ മറ്റേ ആൾക്ക് അനുഭവപ്പെടാതെ അയാൾ തന്നെ അവിടെ കിടക്കുന്നത്. അത് നമ്മൾ ഈ സോണിങ്ങിന്റെ ഒരു ഗുണത്തിന്റെ ഭാഗം നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ നമ്മളിപ്പം ജിൽസ് ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിലേക്ക് വന്ന ബെഡ് എടുക്കുമ്പോൾ ഉള്ള ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ഈ നമുക്ക് അതിന്റെ ടെക്നിക്കലിലേക്ക് കയറി നോക്കാൻ പറ്റിയാൽ ആ സ്പ്രിങ്ങിന്റെ കട്ടി ഒരു വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. അതാണ് നമ്മളെ ബാലൻസ് ചെയ്യിക്കുന്നതും നമ്മുടെ ബോഡീനെ ഈവൻലി സ്പ്രെഡ് ചെയ്ത് നമ്മുടെ വെയിറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം തന്നെന്ന് പറഞ്ഞാലും ഈ ബെഡുകളുടെ എല്ലാ സൈഡ് ജസ്റ്റ് ഒരു ക്ലോത്ത് മാത്രമേ, അല്ലെ ഒരു ചെറിയൊരു ലെയറേ ഉള്ളൂ. അപ്പം നമ്മൾ ഉപയോഗിച്ചു 2 കൊല്ലം പിള്ളേർ കിടന്ന് നല്ലപോലെ തുള്ളിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ സാധനം പൊട്ടിയില്ലേലും സൈഡിലേക്ക് ഒരു 2 സെന്റിമീറ്റർ ഒരു തള്ളു വന്നാൽ മതി നമുക്ക്. അപ്പോഴാണ് ഈ ബെഡ് സാഗ് ചെയ്ത് പോകുന്നത്. അപ്പൊ ആ ഭാഗം ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉള്ള ബെഡുകളാണ് എടുക്കേണ്ടത്. അപ്പൊ നമ്മളിപ്പോ ഒരു 5 വർഷം വാറണ്ടി എന്ന് പറഞ്ഞാൽ 10 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ സാധനം അതുപോലെ ഇരിക്കും. പക്ഷെ നമ്മൾ കിടക്കുന്ന കംഫർട്ട് ലെവലിനെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ, സാധാരണ ഒരു ബെഡിന്റെ ലൈഫ് എത്രയാണ്? 10 വർഷം വരെയാണ് ലൈഫ് പറയുന്നത്, ഒരു ആവറേജ് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോ ഒരു ഫോം മാട്രസുകൾ കുറച്ചുകൂടെ കംഫർട്ടാണ്. ഫോം മാട്രസുകളൊക്കെ ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു കംഫർട്ട് ലെവൽ കുറച്ച് കുറയാം. പിന്നെ നമ്മൾ കിടക്കുന്നത് പല ആൾക്കാരും പല രീതിയിലാണ്. ഞാൻ സ്ട്രെയിറ്റ് കിടക്കുന്ന ഒരാളാണ്, വേറെ നമ്മുടെ പിള്ളേരെ കിടക്കുന്നത് നേരെ തിരിഞ്ഞ് സൈഡ് കൊണ്ട് കിടക്കുന്നവരുണ്ട്. ചില ആൾക്കാരുണ്ട് നേരെ കിടക്കും, ചിലപ്പോൾ തിരിഞ്ഞ് കിടക്കും. പിന്നെ ചില ആൾക്കാർ ഭാര്യമാരെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഭർത്താക്കന്മാരെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഭാര്യമാർ, ഇതിനിടയ്ക്ക് കിടക്കുന്ന പിള്ളേർ, ഇതൊന്നുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുന്ന ആൾക്കാർ, ഇത് പല ഗണത്തിൽപ്പെട്ടതാണ്. അതെ, ഇതങ്ങനെയുള്ള ഗണത്തിൽപ്പെട്ട ആർക്ക് പറ്റിയ ബെഡാ ഇത്? നമ്മൾ ഈ സോണിങ് വരുന്നതോടുകൂടി തന്നെ അത്യാവശ്യം ഈ പറഞ്ഞ ബോഡി വെയിറ്റ് ഈവൻലി ബാലൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മളുടെ മാട്രസിന്റെ സൈഡിൽ ഒരു 10 സെന്റിമീറ്റർ തിക്നെസ്സിൽ നമ്മൾ ചുറ്റും ഒരു വോൾ പോലെ ചെയ്തിട്ടുണ്ട്. അത് ഫോം കൊണ്ടാണ്, അല്ല സ്റ്റീലല്ല, സ്റ്റീലിന്റെ കമ്പി ഇട്ടുള്ളതല്ല, ഫോം തന്നെയാണ്. അത് ഹൈ ഡെൻസിറ്റി ഫോമാണ്. അപ്പൊ ആ ഒരു ഭാഗം ഉള്ളതുകൊണ്ട് തന്നെ ഒരാൾ സൈഡിലേക്ക് ചെരിഞ്ഞ് കിടന്നു, അല്ലെങ്കിൽ 2 പേര് സൈഡിലേക്ക് വരുന്നു, ഇതൊന്നും നമ്മുടെ ബെഡിന്റെ കംഫർട്ട് ലെവലിനെ ബാധിക്കുന്നില്ല. സോഫ്റ്റ്നെസ് നമ്മൾ വാട്ട് എവർ
ആദ്യമേ തരുന്ന സാധനം നമ്മുടെ ഈ വോൾ ഉള്ളത് കൊണ്ട് മറ്റേ ഒരു ബെഡിന്റെ ക്ലോത്ത് ആയിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ ഒരു ചെറിയ കട്ടിയേ ഉള്ളൂ. ഇതൊരു 10 സെന്റിമീറ്ററിന്റെ ഒരു തിക്നെസ്. ഇപ്പൊ ഇവിടെ ഒരു സാമ്പിൾ കാണിക്കുവാണെങ്കിൽ ജിൽസേ, നമുക്ക് ഇതാണ് ഈ ഒരു രീതിയിൽ 4 സൈഡും നമ്മളൊരു വോൾ ഇട്ടാണ് ചെയ്യുന്നത്. 4 സൈഡിലുള്ള വോൾ 4 സൈഡിലും ഉണ്ട്. അപ്പൊ അതൊരു ഇതൊരു 9 സെന്റിമീറ്റർ ആണ് വരുന്നത്. അപ്പൊ ഈ സൈഡിലെ ക്ലോത്ത് കൂടെ 3 4 അടുത്ത് വരുന്നുണ്ട്. അപ്പം ആ ഒരു സാധനം വരുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നത് ഈ ഒരു സാധനം ഒരു 2 കൊല്ലം കഴിഞ്ഞാലും 5 കൊല്ലം കഴിഞ്ഞാലും ഇപ്പം നിങ്ങൾ മേടിച്ച പോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിടക്കുമ്പോൾ ഉള്ള ആ ഫീല് കിട്ടുക എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറെ കാര്യം വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു വീട്ടിൽ പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഇപ്പോൾ ചില ആൾക്കാർ ഒരാൾക്ക് വെയിറ്റ് കൂടുതലാണ്, ഒരാൾക്ക് വെയിറ്റ് കുറവായിരിക്കും അല്ലേ? അപ്പോൾ അതെങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും? അത് ബാലൻസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ സോണിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എഡ്ജ് സപ്പോർട്ടൊക്കെ അതിനെ ബാധിക്കുന്ന ഘടകമാണ്. നമ്മളുടെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒരു വെയിറ്റ് ആണ്. ഒരു വെയിറ്റ് കൂടിയ ഒരു സാധനത്തിന് എപ്പോഴും ഒരു ഈട് കൂടുതലുണ്ടാവും. അപ്പൊ അതിന്റെ ഇളക്കങ്ങൾ കുറവായിരിക്കും. അപ്പൊ നമ്മളുടെ ഈ ഒരു കിങ് മാട്രസ് വരുന്നത് ഏതാണ്ട് 55 കിലോയാണ് ഉണ്ടല്ലേ. അപ്പോൾ ആ ഒരു വെയിറ്റ് വരുന്നതുകൊണ്ടും അത് അതിൻ്റെ അകത്തുള്ള സ്പ്രിങ്ങിന്റെ ക്വാളിറ്റി, അതിന്റെ കട്ടി കൂടുതൽ, ബലം കൂടുതൽ, അതെല്ലാം കൂടെ കൊണ്ടാണ് ആ ഒരു ഭാഗം കിട്ടുന്നത്. അപ്പോൾ അത് ഓവറോൾ കംഫർട്ട് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് തരും. ഇത്രയും കനവുള്ള ഫോമാണ് സൈഡുകളിൽ ഇടുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം നമ്മുടെ പലതിനും തുണിയൊക്കെ തന്നെയാണ് ഇത് ചീപ്പായിട്ടുള്ള സാധനമൊക്കെ നമ്മൾ മേടിച്ചേക്കുന്നത്. അതെ, ഇപ്പം നമ്മൾ ഈ പിള്ളേർക്ക് ബെഡ് മാറണമെന്ന് പറയും. കാരണം അവരത് ബങ്ക് ബെഡ് ആണല്ലോ. അപ്പം അവത്തിൽ അത്രയ്ക്ക് വിലയുള്ള ബെഡ് അല്ല ഇട്ടിരുന്നത്. അപ്പം അവർക്ക് മാറണമെന്നാണ് പറയുന്നത്. അപ്പം അത് പലയിടത്തും ഈ സ്പ്രിങ് പോലത്തെ സാധനം അവരെ മേത്ത് അങ്ങനത്തെ. ഈ സ്പ്രിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ ജിൽസ്, നമുക്ക് 2 തരം സ്പ്രിങ്ങാണ് ഉള്ളത്. മെയിൻലി എല്ലാവരും സ്പ്രിങ് എന്ന് പറയുന്നേ ഉള്ളൂ. ബോണൽ സ്പ്രിങ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. നമ്മുടെ ജീപ്പിന്റെ ഒക്കെ സീറ്റ് ഒക്കെ ചെയ്യുന്ന ഒരു മോഡല്, ഒറ്റ കോയില്. അതാണ് ഒരിടത്ത് ഒരാൾ തുള്ളിയാൽ അപ്പുറത്തെ സൈഡ് ഇളകുന്നത്. നമ്മൾ ഇവിടെ ചാടി കഴിഞ്ഞാൽ നമ്മുടെ എന്നാ പറയുന്നത് മറ്റേ സാധനം പിള്ളേർ ചാടുന്ന സാധനം ഇവിടെ ചാടുമ്പോൾ നമ്മൾ മറ്റേ അപ്പൊ അതേസമയം പോക്കറ്റ് സ്പ്രിങ്ങിലേക്ക് വരുന്നതിന്റെ ഗുണം അതാണ്. പോക്കറ്റ് സ്പ്രിങ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ആണ്. അപ്പം നിങ്ങളിവിടെ ഒരു കൊച്ചു കിടന്ന് അവിടുത്തെ വെയിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഭാഗമുള്ള ഒരു വണ്ണം കൂടിയ ആൾക്കാർ കിടന്ന്, ഇപ്പൊ നമ്മള് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പല കമ്മ്യൂണിറ്റിക്കും കൊടുക്കുന്നുണ്ട്. ചില നല്ല വണ്ണമുള്ളവരും വെയിറ്റ് ഉള്ളവരും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത് ഈ ഒരു ബെഡിന്റെ വെയിറ്റ് വെച്ച്, അതായത് ഒരു 55 കിലോ വരുന്ന ഒരു പ്രൊഡക്റ്റിന് അത് മെയിൻറ്റെയിൻ താങ്ങാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ കിടക്കുമ്പം ഒരു കട്ടി കൂടുതൽ ഫീൽ ചെയ്യുന്നില്ല. ഇതൊരു മീഡിയം ഫെയിമിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പ്രൊഡക്റ്റ് ഫെയിമിലാണ് അതിന്റെ ബേസ് ചെയ്തേക്കുന്നത്. പക്ഷെ മുകളിൽ വരുന്ന നമുക്ക് 4 ലെയറാണ് ഇതിന്റെ സ്പോഞ്ച് വന്നേക്കുന്നത്. ഇതാണ് ലെയർ ആയിട്ട് കാണിക്കുന്നത്. ഇവിടം വരെ ഇതിന് നമ്മൾ യൂറോ ടോപ്പ് ഡിസൈൻ എന്നായി പറയുന്നത്. ഒരു എക്സ്ട്രാ ലെയർ ഇടുന്നത് ഒരു ലെയർ ഒരു കംഫർട്ടിന് നമ്മൾ യൂറോ ടോപ്പ് എന്നാണ് ആ ഒരു ഡിസൈൻ പറയുന്നത്. അല്ലെ പില്ലോ ടോപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഉള്ളിലേക്ക് കയറി ഇരിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഈ പറയുന്ന ലാറ്റക്സ് എന്ന് പറയുന്ന ഈ ഇരിക്കുന്ന ഒരു 2.5 സെന്റിമീറ്റർ സാധനമാണ്. അപ്പൊ ഇതുള്ളത് കൊണ്ട് തന്നെ ഈ ബെഡിന് ഫാമിൽ ചെയ്തതാണെങ്കിലും നിങ്ങൾക്കൊരു കുറച്ചുകൂടി ഒരു മയം കിടക്കുമ്പോൾ ഉണ്ടാവും, ഒരു മീഡിയം രീതിയിൽ. അതെ, നമ്മുടെ ഒരു മെയിൻ പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്ന ഈ ലാറ്റക്സ്, പിന്നെ നമ്മുടെ ഈ പറയുന്ന സൈഡിലുള്ള എഡ്ജ് സപ്പോർട്ട് എന്നാണ് നമ്മൾ പറയുന്നത് ആ സാധനത്തിന്. പിന്നെ ഏതെങ്കിലും ഇടയ്ക്കുള്ള ഈ സോൺ ചെയ്ത സ്പ്രിങ്. അപ്പൊ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 2.15 mm ഉണ്ട്, 1.9 ഉണ്ട്, 2.25 അങ്ങനെ പല കട്ടിയിലുള്ള സ്പ്രിങ്ങുകൾ ഇൻഡിവിജ്വലി ചെയ്തേക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ചൈനയിൽ പോകുന്നു അല്ലെങ്കിൽ ഹോങ്കോങ്ങിൽ പോകുന്നു, മേടിക്കുന്നു, കൊണ്ടുവരുന്നു, വിൽപ്പനയല്ല. നമ്മളൊരു ബ്രാൻഡ് തന്നെ ആയിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് ബ്രാൻഡിന്റെ ഇത് നമ്മുടെ ബ്രാൻഡാണ്, ഫെലിസ് എന്നാണ് പേര്. ബ്ലൂ കളറും ആണ്. അപ്പൊ നമ്മള് നാട്ടിലും ചെയ്യുന്നുണ്ട്, കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ 3.5 വർഷമായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം കൂടുതൽ റീറ്റെയിലും കൂടുതൽ നമ്മൾ ഓൺലൈൻകാർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഈ മെയിൻലി റിസോർട്ടുകാർക്ക് ഹോൾസെയിലാണ്, റിസോർട്ടുകാർക്കുള്ള ബിൽഡർമാരുമായിട്ടുള്ള രീതിയിലാണ്. ഇതിപ്പം സിഡ്നിയിലുള്ള ഒരാളോ അതോ അല്ലെങ്കിൽ നമ്മുടെ പെർത്തിലുള്ള ഒരാൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. സിഡ്നി അഡലേഡ് നമ്മൾ ചെയ്യുന്നതാണ്. പെർത്തിനെ സംബന്ധിച്ച് പറ്റും. അതിന്റെ ഈ ചാർജസ് ഒന്നുകൂടെ ശകലം കൂടുതലായിരിക്കും എന്നുള്ളത് മാത്രമേ. അതെ അതെ. പിന്നെ നമ്മുടെ ചാർജ് ശകലം കൂടുതലാണെങ്കിലും നമ്മുടെ വിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ മെയിൻ പോയിന്റുകളിൽ ഒന്ന്. കറക്റ്റ്. നമ്മൾ വില ഒരു ശകലം ഇവിടുന്ന് സിഡ്നിയിലേക്ക് കൊടുക്കാൻ വേണ്ടി എത്രയാ ചാർജ് ചെയ്യുന്നത്? ഞങ്ങൾ ഫ്രൈറ്റ് ചാർജ് തന്നെ. ഫ്രൈറ്റ് ചാർജ് ഞാനും കുറച്ച് വേറെ ചെയ്യും.
ഇപ്പൊ സാധാരണഗതി $60 $80 ഇടയ്ക്കാണ് സിഡ്നി വരുന്നുള്ളൂ. ലെസ് ദാൻ പറയാൻ പറ്റില്ല. ഇല്ല, നമ്മൾ ഇവിടെ മേടിച്ചാൽ തന്നെ ആകുന്ന ഒരു ചാർജ് ആകും. അതെ നമുക്ക് ഡെലിവറി കിട്ടണമെങ്കിൽ $50 താനാരപ്പം ചെയ്യുന്നവരല്ല. അതെ, നമ്മൾ 60-80 റേഞ്ചിലാണ് ചെയ്യുന്നത് ഇവിടെ ഡെലിവറി ചെയ്യുന്നത്. സിഡ്നിയിൽ മെൽബണിൽ എവിടെയാണെങ്കിലും ഫ്രീ ആണ്. ഫ്രീ. ഈ ബെഡ് ഇത് എന്താ സൈസ്? ഈ ബെഡ് ക്യൂനാണ്. 5 അടി വീതി, 200 സെന്റിമീറ്റർ നീളം. ഇതിന്റെ വലുത് കിങ് വരുന്നു 6 അടി വീതി വരും. 6 അടി വീതി നീളം 200 സെന്റിമീറ്റർ. 200 സെന്റിമീറ്റർ പറയുമ്പോൾ എത്ര? 200 6.25 അടുത്ത് വരുന്നു. അതാണ് ഓസ്ട്രേലിയയുടെ സ്റ്റാൻഡേർഡ് സൈസ്. സ്റ്റാൻഡേർഡാ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ പിള്ളേർക്കും പറ്റുമല്ലോ 6.5 മുകളിൽ ഹൈറ്റ്. അല്ല, അതാണ് ഇപ്പം പറഞ്ഞ ഈ സാധനം 6.25 അടുത്തുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല എന്റെ പിള്ളേർ മാറണമെന്ന് പറയുന്നത് ഇമാരെ കാല് മുട്ടാൻ തുടങ്ങി. അതെ. അതുകൊണ്ടാണ് ഇവർ മാറുമെന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ നമ്മുടെ പൊക്കമായി. അപ്പൊ ഇന്നത്തെ ചേട്ടൻ വലിയ സാധനം കൊണ്ടുവരാൻ ശ്രമിക്കണം. നമുക്ക് ഏതാണേലും മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്ന സാധനം കൊണ്ടുവരാൻ പറ്റും. നമ്മൾ സാധാരണ ഇത് നമ്മളൊരു ഡിസൈൻ ഉണ്ട്, ആ ഒരു രീതിയിലാണ് പ്രൊഡക്ഷൻ ചെയ്ത് എടുത്ത് വരുന്നത്. ഇങ്ങനെ മാർക്കറ്റും കൂടെ വരുന്നുണ്ട്. പൊക്കം കൂടിയ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഹൈറ്റ് എത്രയാ? ഇത് 35 സെന്റിമീറ്റർ. നമ്മുടെ നാട്ടിലെ നമ്മൾ 14 ഇഞ്ച് ബെഡ് എന്ന് വേണേൽ പറയാം. നമ്മുടെ നാട്ടിൽ നമ്മളൊരു 6 ഇഞ്ച്, അല്ല ഇവിടെയാണെങ്കിലും നമ്മൾ 8 ഇഞ്ച് 10 ഇഞ്ച് വരെയാണ് പറയുന്നത്. ഇത് 14 ഇഞ്ചിന്റെ ബെഡാണ്, അത് 10 ഇഞ്ചിന്റെ ആണ്. ഇതിന് എന്നാ വില വരും? ഇതിന്റെ ഒരു ക്യൂൻ സൈസിന് നമ്മൾ $790. 790 ഫ്രീ ഡെലിവറി മെൽബൺ. $790. 5 വർഷത്തെ മാനുഫാക്ചറിങ് വാറണ്ടിയോട് കൂടിയാണ് കൊടുക്കുന്നത്. 790. ഇതിന്റെ കിങ് വരുമ്പോഴത്തേക്കും $890 കൂടുതൽ അല്ലേ? ഓക്കെ. അതും ഫ്രീ ഡെലിവറിയാണ് മെൽബണിൽ. എവിടെയാണ്? മെൽബൺ അവിടെയാണ്. അതുപോലെ ആ ബെഡ് വരുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഇക്കണോമിക്കലാണ്. അത് $590 ആണ് ഒരു ക്യൂന്. അതിന്റെ കിങ് വരുന്നത് $690. ഇതും അതും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ ലാറ്റക്സിന്റെ ലെയർ ആണ് അതിന്റെ ഒരു മെയിൻ പ്രത്യേകത. പിന്നെ ഇത് പോക്കറ്റ് സ്പ്രിംഗ് ആണ്, ഇതിന് എഡ്ജ് സപ്പോർട്ട് ഉണ്ട്. മറ്റത് 100% ഫോം ആണ്. 3 ലെയർ ഓഫ് ഫോം, അതിൽ ഒരു ലെയർ മെമ്മറി ജെൽ ഫോം ആണ്. പക്ഷേ അത് ഇതില്ല, എന്താ പറയുന്നത്, സ്പ്രിംഗ് ഇല്ല. അത് കുറച്ചുകൂടി ഒരു യൂത്തുകൾ വളരെ ഇഷ്ടപ്പെട്ട ആയിട്ട് കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാം. അല്ല, അതും ലോങ് ലാസ്റ്റിംഗ് ആണ് സാധനം. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലി 3 പേര്, ഇത് കൂടുതൽ നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ കൂടുതൽ പിള്ളേര്, കിഡ്സ് അല്ല, ഒരു യൂത്തുകൾ, ടീൻസ് വളരെ ഇഷ്ടമാണ്. വളരെ സുഖമാണ് അത് കിടക്കാൻ. വളരെ സോഫ്റ്റ് ആണ്. അതിന് ഒരു കൂളിംഗ് ഉണ്ട്. ഈ മെമ്മറി ജെൽ ഫോമിന്റെ ഒരു ലെയർ ഉള്ളതുകൊണ്ടുള്ള കൂളിംഗ് വരുന്നുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിള്ളേർക്ക് അത് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നുണ്ട്. അത് വളരെ മൂവിങ് ആണ്. പിന്നെ ഇപ്പൊ ഈ പുതുതായിട്ട് വരുന്ന ഫാമിലികള് വലിയ കാര്യം. കാരണം നമ്മൾ പുതിയതായിട്ട് വരുമ്പോൾ പൈസ ഇല്ല, എല്ലാവരും അവസ്ഥ പുതിയ ആൾക്കാർ എല്ലാവരും നമ്മൾ സെക്കൻഡ് ഹാൻഡിന് വേണ്ടിയാണ് പോകുന്നത്. അതിന്റെ ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഹാൻഡിന് പോയ വണ്ടി കൂലി കാര്യങ്ങൾ വെച്ച് നോക്കുക, വൃത്തിയുള്ളത് കിട്ടാനും പാടാണ്. കട്ടിലിൽ സെക്കൻഡ് ഹാൻഡ് ഓക്കെ എന്ന് പറയാം. പക്ഷെ മാട്രസിലോട്ട് പോകുമ്പോൾ നമുക്കറിയില്ല ആര് ഉപയോഗിച്ചു, ഹെൽത്ത് ഇഷ്യൂ, സ്കിൻ ഇഷ്യൂ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഒരു സെക്കൻഡ് ഹാൻഡ് ഒരുമാതിരി വൃത്തിയുള്ളതിന് ഒരു $100-300 താഴെ കിട്ടില്ല. ബെഡിന് ഭയങ്കര വിലയാണ്, ആ വില തന്നെ കൊടുക്കണം. സെക്കൻഡ് ഹാൻഡ് ഇപ്പം വരുന്നത് തന്നെ ഈ പറഞ്ഞ ഓൺലൈൻ കമ്പനികൾ റിട്ടേൺ എടുക്കുന്ന ഐറ്റം ആണ് കൂടുതൽ സെക്കൻഡ് ഹാൻഡ് വരുന്നത്. അതും 120 ദിവസമൊക്കെ ഉപയോഗിച്ചിട്ട് വരുന്ന സാധനങ്ങളാണ്. ഒരാൾ 4 മാസം ഉപയോഗിച്ചതിലാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കിടക്കേണ്ട വരുന്നത്. ഒന്നെങ്കിൽ സെക്കൻഡ് ഹാൻഡ്, അതല്ലെങ്കിൽ പിന്നെ നമ്മൾ മേടിക്കുന്ന ഗാരേജ് സെയിലിൽ നിന്നാണ് മേടിക്കുന്നത്. അത് തീർത്തും ഉപയോഗിച്ചൊരു സാധനം തന്നെ. അതൊരു പ്രൊഡക്റ്റിന് വൈസ് ഒരു ബെഡാണ്. പക്ഷെ ഈ പറയുന്ന എല്ലാ സോണിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു ബെഡായിരിക്കാം, അത് ഏതുതരം 10-15-20 കൊല്ലം ഉപയോഗിച്ചതുമായിരിക്കും. ശരിയായിരിക്കാം, നമുക്കറിയില്ല. ചിലപ്പോൾ ഒരു എന്തെങ്കിലും ക്വാളിറ്റി ഇഷ്യൂ വന്നതായിരിക്കാം. ഈ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ 590 എന്നല്ല പറഞ്ഞേ? 590 വളരെ അഫോർഡബിൾ ആയിട്ടുള്ള കാര്യം. നമുക്ക് ഇത് കൂടാതെ നമുക്ക് ആഫ്റ്റർ പെയ്ഡ് സർവീസ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ലേബൈ, നമ്മുടെ മലയാളികൾ ആരെങ്കിലും വീട് പണിയുന്ന സമയത്ത് നമ്മളോടൊന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ഓർഡർ ചെയ്താൽ മതി. പേ ചെയ്യണമെന്ന് പോലും ഇല്ല, നമ്മൾ സാധനം മാറ്റി വെച്ചാൽ മതി. അപ്പം ആ സമയമാകുമ്പോഴത്തേക്കും വീടാകുന്ന സമയത്ത് നമ്മൾ ഡെലിവറി ചെയ്യുമോ, അല്ല ആഴ്ച. പുതിയ വീട് പണിയുന്ന ആൾക്കാർക്ക്
ഇപ്പം ഇവിടെ പുറത്ത് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അഡ്വാൻസ് പൈസ കൊടുക്കണം, പിന്നെ കണ്ടുപിടിച്ച് നടക്കണം. പക്ഷേ ഇതാണെങ്കിൽ ഒരു കാര്യമുണ്ട്, ഇവിടെ വരിക, അജീഷിനകത്ത് കാര്യങ്ങൾ പറഞ്ഞാൽ മതി അല്ലേ, അതനുസരിച്ചുള്ള സാധനം ഇറക്കി കൊടുക്കും, സൈസും വലുപ്പവും. ഇപ്പം ആർക്കെങ്കിലും കസ്റ്റം വേണം, ഞാൻ പറഞ്ഞ പോലെ സൈഡ് കസ്റ്റം ചെയ്യുക അത്ര എളുപ്പമല്ല. കാരണം നമ്മളൊരു ബാച്ച് എടുക്കുന്നത് 400 500 ആയിരിക്കും. അപ്പോൾ ഇത് നമ്മളൊരു ഫാക്ടറിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റം ഡിസൈൻ ഞാൻ ഉദ്ദേശിച്ചത് സൈസ് ഇത്തിരി ഇപ്പോൾ ഒരാൾക്കൊരു എന്താ പറയുന്നത്, ഈ നീളക്കുള്ള ആൾക്കാർ ഇപ്പം കുറേ കാണുന്നുണ്ട് നമ്മൾ, ഇപ്പം നമ്മൾ ജോലിയായിട്ട് ബന്ധപ്പെട്ടാലും അവിടെ കാണുന്നു. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ ഒരാൾ വന്ന് പറയുവാണെങ്കിൽ വാക്യത്തെ ഒന്നും ശരിയാവുന്നില്ല, കാരണം ശരിയാക്കി തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പേ ചെയ്യണം, എത്രയാണോ എക്സ്ട്രാ കോസ്റ്റ് വരുന്നത്. നമ്മൾ സാധാരണഗതി ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ജിൽസ് പറഞ്ഞ പോലെ ഇപ്പം നീളം കൂടിയതിൻ്റെ ഒരു ആവശ്യകത ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ വരുമ്പോൾ അടുത്ത ഓർഡർ ചെയ്യുമ്പോൾ അതും കൂടെ കണ്ടാണ് ചെയ്യാറുള്ളത്. അങ്ങനെ അപ്പോൾ മേടിക്കാൻ കിട്ടും നമുക്ക്, നമ്മൾ ചെയ്യിക്കുവാണല്ലോ. അപ്പോൾ അതിൻ്റെതായ നമുക്ക് ഓർഡർ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശകലം ടൈം എടുക്കും, അവിടുന്ന് ഇവിടെ വരുന്ന ഒരു ടൈം എടുക്കുമല്ലോ. പിന്നെ അതിൻ്റെ എക്സ്ട്രാ എക്സ്പെൻസും ആയിരിക്കില്ല, കാരണം അവരും ബൾക്കല്ലാതെ പണിയുന്നതുകൊണ്ട് അവർക്കും നമ്മൾ പക്ഷേ ഒരെണ്ണമായിട്ട് പറഞ്ഞാൽ അവർ ചെയ്യില്ല. നമ്മൾ എടുക്കുമ്പോൾ 50 100 അതേ ഇതിലുള്ളത് എടുക്കുക, നമ്മൾ പിന്നെ അത് വിറ്റ് പോകും. അതായത് പറഞ്ഞു ഒരു മാർക്കറ്റിന് ഒരു മൂവ് ഉണ്ടെന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല, അല്ലാതെ ശകലം പാടാണ്. 100 എണ്ണത്തിന് വേണ്ടി ഓർഡർ ചെയ്താൽ അത് സ്റ്റക്കായിട്ടിരിക്കും, അതാണ് വേറെ വിഷയം ഇരിക്കുന്നത് അല്ലേ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു പ്രൊഡക്റ്റും കൂടെ ഉണ്ട്, അതിപ്പം ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. അത് കുറച്ചുകൂടെ ഫേം കൂടിയതാണ്. ഇതേ സാധനം തന്നെ ഒരു 30 സെന്റിമീറ്റർ കനം, ലാറ്റക്സിന്റെ ലെയറിന് വരും മെമ്മറി ജെൽ ഫോമിന്റെ ലെയർ ഇട്ടതാണ്. അത് വരുമ്പം ഒരു ഇതിന്റെ ഇടയ്ക്കാണ് വില നിൽക്കുന്നത്. ഒരു ക്യൂനാകുമ്പോൾ 690, കിങ് ആണെങ്കിൽ 790. നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ ഇതിനെത്രയാണെന്ന് പറഞ്ഞത്? ഇത് 790 890. അപ്പോൾ ഏത് ബഡ്ജറ്റിലുള്ള ആൾക്കാർക്ക് വേണേലും അതെല്ലാം ഒരു $590 മുതൽ 890 വരെയുള്ള കളികൾ ഇതിനകത്തുള്ളൂ. അതും ബ്രാൻഡ് ന്യൂവിന്റെ കാര്യം, ബ്രാൻഡ് ന്യൂ. അത് ഫ്രീ ഹോം ഡെലിവറിയും കൂടെ നിങ്ങൾ നോക്കിക്കോളൂ. അപ്പൊ എവിടെയാണെങ്കിലും ഒരു $60-70 എങ്കിലും അവർ മേടിക്കും. അത് ഇത്രയും വലിയ ബെഡും മറ്റും നമുക്ക് പോയ ഒരു നമ്മുടെ കാറ് കയറില്ല. നമ്മളിത് വാക്യൂം പാക്കറ്റ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. ഇത് അതാണ് ഫ്രഷ് പീസാണ്. അതായത് ഇത് സെക്കൻഡ് ഹാൻഡ് വരുമോ എന്നുള്ള ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. ഫാക്ടറി പാക്ക് ചെയ്ത് റോൾ പാക്ക്. നിങ്ങളുടെ വീട്ടിൽ വന്ന സാധനം തുറക്കുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ വന്ന സാധനം തുറന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് സിഡ്നിക്ക് കൊണ്ടുപോയി വണ്ടിയുടെ മുകളിൽ വെച്ച് കെട്ടിയാ കൊണ്ടുപോയേക്കുന്നത്. അപ്പം ഒരു വെള്ളം വീണാലും ഒന്നും കുഴപ്പമില്ല, അതിനകത്തൊരു കാറ്റ് പോലും കയറില്ല. അപ്പൊ ഇവിടെ ഇപ്പോൾ ഒരാളുണ്ടെന്ന് കൂട്ടി വന്ന് കാണുന്നു, ഇഷ്ടപ്പെടുന്നു, പുള്ളി ഇപ്പോൾ ഒരു സാധാരണ കാറുമായിട്ട് വന്ന് അവത്തെ കയറുമോ? ഒരു SUV അല്ല, സുഖമായിട്ട് രണ്ടെണ്ണം കയറി. അല്ലെങ്കിൽ കാറിൽ ഒരു ശകലം പാടാണ്. വലിയ കാറാണെങ്കിൽ പുറകില് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ബൂട്ട് തുറന്ന് കയറ്റാമെങ്കിൽ ഈ സൈഡില് ഫ്രണ്ടിലെ ഒരു സീറ്റും കൂടെ മടക്കുവാണെങ്കിൽ, അല്ല എങ്കിൽ SUV ഒരു ക്ലൂഗർ, ഔട്ട്ലാൻഡർ അല്ലെങ്കിൽ 3 വരെ സുഖമായിട്ട് കയറും. അപ്പം മറ്റത് ചെറിയ കാറോട്ട് വരുന്നവർ 2 പേര് വരിക, ബാക്കി സീറ്റ് മുഴുവൻ മടക്കി ഇടുക, പല രീതിയിലായിരിക്കുമല്ലോ ആൾക്കാർക്ക് താല്പര്യം. ഇത് ക്യൂന് കുറച്ചുകൂടെ ക്യൂൻ സൈസ് 5 അടി നീളം വരുള്ളൂ. അത് കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ഒരു കിങ്ങിലേക്കൊക്കെ വരുമ്പോൾ അതിന് വ്യത്യാസം. പിന്നെ വെയിറ്റ് ഉണ്ടല്ലോ, പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാ നമ്മൾ ഇല്ല നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം അത് വരുന്നത് കുറച്ചുകൂടെ വെയിറ്റ് കമ്മിയാണ്, ഒരു 30 കിലോ ഒക്കെയാണ്. ഫോം മാത്രമേ ഉള്ളത്. എങ്ങനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും? എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ എൻ്റെ നമ്പർ നമ്മൾ വീഡിയോ തരാം. പിന്നെ ഇത് കൂടാതെ നമുക്കൊരു ടോൾ ഫ്രീ നമ്പറുണ്ട്, 1-800-371-249. അപ്പോൾ അത് വിളിക്കുവാണെങ്കിൽ ഞാനോ അല്ലെങ്കിൽ ആരെങ്കിലും സ്റ്റാഫോ അറ്റൻഡ് ചെയ്തോളും. അപ്പം അത് അപ്പം ഓൺലൈൻ ഓർഡർ ഉണ്ടോ? ഓൺലൈൻ ഓർഡർ വെബ്സൈറ്റ് ഓൺലൈൻ ഓർഡറും എല്ലാം കേരളമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുള്ളൂ. ഇങ്ങോട്ടായിട്ടേ ഉള്ളൂ, വരുന്നതേ ഉള്ളൂ. ഇത് തന്നെയാണ് നാട്ടിൽ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് ഇത് തന്നെയാണ് ഇനി ഇങ്ങോട്ടുള്ളത്. ഒരു ഓസ്ട്രേലിയയുടെ ഒരെണ്ണം വേറെണ്ണം ആക്കണം. ഇത് തന്നെ വിത്ത് EU രജിസ്ട്രേഷനും ഉണ്ട്, അങ്ങനെ ആക്കി വരുന്നു. ഇത് നാട്ടിൽ നമ്മൾ ട്രേഡ് മാർക്ക് എടുത്ത ബ്രാൻഡ് നെയിം തന്നെയാണ്. ഇവിടെയും ട്രേഡ് മാർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു.
ഫെലീസ് അല്ലേ? ഫെലിസ്. എന്താ ഫെലീസിന് ഉദ്ദേശിച്ചത്? ഫെലിസ് എന്ന് പറയുന്നത് ഒരു തൂവൽ, ഒരു ഫ്രഞ്ച് വേർഡാണ്. നമ്മൾ ആ ഒരു യൂറോപ്യൻ ഡിസൈനിൽ ചെയ്തു. അപ്പോൾ ആ ഒരു സ്റ്റൈല്. ഓക്കെ ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഉണ്ട് കേട്ടോ. ഇത് ചൈനയിൽ നിന്നാണ്, ഹോങ്കോങ്ങിൽ നിന്ന് വരുന്നത്. ഹോങ്കോങ്, ചൈന രണ്ടിടത്തും പ്രൊഡക്ഷൻ ഡിസൈൻ ഒരു ഫ്രഞ്ച് ഡിസൈൻ ആണ് വരുന്നത്. ഡിസൈൻ ആണ് കേട്ടോ. അത് മാത്രമല്ല ഈ ക്ലോത്ത് വരുന്നതെല്ലാം ബെൽജിയം ക്ലോത്ത് ആണ് വരുന്നത്. ബെൽജിയത്തിന്റെ ക്ലോത്ത് ആണ് അത്. ഈ പറഞ്ഞ വിസ്കോസ്, ബാംബു മിക്സ് ആയിട്ട് വരുന്നതാണ്. പണ്ട് മുതൽ ഇവിടെ ഉള്ള ആൾക്കാരായാലും കുഴപ്പമില്ല, പുതിയതായിട്ട് വന്ന ആൾക്കാരായാലും കുഴപ്പമില്ല, വളരെ ഇക്കോണമിക് ആയിട്ട് വളരെ സ്ട്രോങ്ങും നല്ല ബിൽറ്റും ആയിട്ടുള്ള അത് ക്വാളിറ്റി സ്റ്റഫ്. അത് ഡിസൈൻഡ് ഇൻ ഫ്രാൻസ് ആണ്. നല്ല ഡിസൈൻ ചെയ്ത് നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ബെഡുകളാണ്. നമുക്ക് നടുവേദന ഉണ്ടാവില്ല. അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അജീഷ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ ക്വാളിറ്റിയുള്ള സാധനമാണ്. അജീഷിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുത്തിരിക്കും. മെൽബണിലാണ് അത്. മെൽബണിൽ എല്ലായിടത്തും ഫ്രീ ഡെലിവറി ഉണ്ട്. ഔട്ട് ഓഫ് മെൽബൺ ഫ്രാഞ്ചൈസി കൊടുക്കുക ആർക്കെങ്കിലും. ഇതിപ്പോൾ നമ്മളിപ്പം ക്യൂൻസ്ലാൻഡിലൊക്കെ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. നമുക്ക് എല്ലായിടും മാനേജ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. നല്ല ക്വാളിറ്റിയുള്ള സാധനം. അതെ, നമ്മൾ ഒരു മിനിമം ഓർഡറിൽ ആ ഒരു രീതിയിലേക്ക് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അല്ലാതെ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്കുള്ള പറ്റില്ല. ഇപ്പൊ നാട്ടിലാണെങ്കിലും നമ്മൾ പറഞ്ഞല്ലോ ഡിസ്ട്രിബ്യൂഷനാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ നേരിട്ട് റീറ്റെയിൽ വളരെ കുറവാണ്. ഇപ്പൊ നാട്ടിലും ഉണ്ട്. നമുക്ക് നിങ്ങൾ കേരളത്തിൽ ഈ മോഡൽ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വളരെ വില കുറവാണ്. 19,000 തൊട്ട് 24,000 രൂപ വരെ റേഞ്ചിലാണ് നമ്മൾ നാട്ടിൽ കൊടുക്കുന്നത്. കാരണം നമ്മൾ ഹോൾസെയിൽ വിലക്കാണ് അവിടെയും കൊടുക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ബെഡ് മേടിക്കണമെന്നുണ്ടെങ്കിൽ അജീഷിൻ്റെ അടുത്ത് വരാം. പിന്നെ പൈസ ആയാലും കുഴപ്പമില്ല. കാരണം പൈസ ആയാലും കുഴപ്പമില്ല, പൈസ കൊടുക്കേണ്ടതല്ല. ആഫ്റ്റർ പേ ഉണ്ട്. അപ്പോൾ അത് പല ഘടകങ്ങളായിട്ട് കൊടുത്താൽ മതി. ഒന്നിച്ച് പൈസ കൊടുക്കണ്ട. ആഫ്റ്റർ പേ എന്ന് പറയുന്നത് ആഫ്റ്റർ പേ 4 തവണയായിട്ടാണ് വരുന്നത്. അല്ല എങ്കിൽ ലേബായി പറഞ്ഞാൽ മതി. നമ്മളോട് പറഞ്ഞാൽ മാത്രം മതി. സാധനം വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 5-6 മാസം കഴിഞ്ഞായിരിക്കുമല്ലോ വീട് കിട്ടുന്നത്. അപ്പം ആ ഭാഗം നിങ്ങൾക്ക് ഫിക്സ് ചെയ്ത് വെക്കാം. അതായത് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ബെഡുകളും, അതായത് ക്യൂൻ ആയാലും കൊള്ളാം, കിങ് ആയാലും കൊള്ളാം, അർമാദിക്കണം, കിങ്ങിലൊക്കെ കിടന്നത്, അത് പിള്ളേർക്കായാലും കൊള്ളാം, എല്ലാ ബെഡ്റൂമിലും. ഇപ്പോൾ നിങ്ങൾ 5 ബെഡ്റൂമോ 10 ബെഡ്റൂമോ ഉണ്ടെങ്കിലും ഒരു വിഷയമില്ല. അജീഷിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. സാധനം റെഡിയാണ് അല്ലേ? ഹെൽപ്പ് ചെയ്യാൻ കണ്ട് ഇട്ട് കൊടുക്കാൻ എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇട്ട് തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നല്ലൊരു ഉറക്കം എല്ലാവർക്കും ലഭിക്കട്ടെ അല്ലേ? അപ്പം വളരെ താങ്ക് യു കേട്ടോ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ?